എന്താണ് കാരണമെന്നുള്ളത് കണ്ടെത്തണ്ടേ? ഇപ്പം ഞാൻ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറാണ്, CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. എന്റെ നിലപാട് എന്തെങ്കിലും പ്രതികൂലമായി വന്നിട്ടുണ്ടോ? ഉദാഹരണത്തിന് പറയാം, ഞാൻ അങ്ങനെയാണല്ലേ പരിശോധന നടക്കുക. അങ്ങനെ എല്ലാ തലത്തിലും ഞങ്ങൾ നല്ല ഉള്ളു തുറന്ന ചർച്ചയാണ് പാർട്ടിക്കകത്ത് നടത്താൻ പോകുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് നടത്താൻ പോകുന്നത്. ആ ചർച്ചയിലൂടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടെത്തും, ഞങ്ങൾ തിരുത്തേണ്ടുന്ന പ്രശ്നമാണെങ്കിൽ തിരുത്തുകയും ചെയ്യും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതി യോഗം ഇന്ന് രാവിലെ AKG സെന്ററിൽ സഖാവ് പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേരുകയുണ്ടായി. യോഗം പ്രധാനമായും തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ സംബന്ധിച്ച് പ്രാഥമികമായ അവലോകനം നടത്തുകയുണ്ടായി. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി വികസന രംഗത്തും ജനക്ഷേമ നടപടികളിലും അഭൂതപൂർവമായ നേട്ടമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൈവരിച്ചത്. ജനങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണ നടപടികൾ സഹായകരമായി. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തോതിൽ തിരിച്ചടി നേരിട്ടു. കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ അനുഭവങ്ങളും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണ നടപടികളും പൊതുവെ പരിശോധിച്ചാൽ അതിനനുസൃതമായ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകേണ്ടതാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ നടത്തി എന്നുള്ളതല്ല. ജനക്ഷേമ നടപടികൾ സ്വീകരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പല്ല ലക്ഷ്യം, ജനങ്ങളുടെ ജീവിതം തന്നെയാണ്. ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമായ ഒട്ടനവധി നടപടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചു. ഇന്ത്യയിൽ ആദ്യമാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് അതിദാരിദ്ര്യം പൂർണ്ണമായും പരിഹാരം കാണുന്നത്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് അത്തരമൊരു നടപടി പൂർത്തീകരിച്ചത്. ഗവൺമെന്റിന്റെ പാവപ്പെട്ട ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമാണ് വയനാട്ടിലെ കൽപ്പറ്റയിൽ നിർമ്മിച്ച ടൗൺഷിപ്പ്. ഇങ്ങനെ നിരവധി നടപടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. ആ കാഴ്ചപ്പാടും നിലപാടുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടരുക തന്നെ ചെയ്യും. ജനങ്ങളുടെ ജീവിതത്തിന് സഹായകരമായ തുടർ നടപടികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുക എന്നത് തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടായി. ആ തിരിച്ചടി ഉണ്ടായതിനെ തുടർന്ന് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുകയോ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമം നടത്താതിരിക്കുകയോ ചെയ്യുക എന്ന നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കില്ല. ജനങ്ങളോടൊപ്പം നിന്ന് ജനക്ഷേമ നടപടികൾ സംരക്ഷിക്കാനും അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയത്തക്ക നിലപാടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുക തന്നെ ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലക്ഷക്കണക്കിന് വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രതികൂലമായ സാഹചര്യത്തിലും അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയ എല്ലാ ജനവിഭാഗങ്ങളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിനന്ദിക്കുന്നു. രാഷ്ട്രീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്നവർ മാത്രമല്ല, മറ്റിതര വിഭാഗങ്ങളും വിവിധ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സഹായകരമായ നിലപാട് സ്വീകരിച്ച എല്ലാ വോട്ടർമാരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിനന്ദിക്കുന്നു. എന്തുകൊണ്ട് ഈ തോൽവി ഉണ്ടായി എന്നുള്ള പ്രശ്നം അതിസൂക്ഷ്മമായ വിശകലനത്തിന് വിധേയമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഓരോ പാർട്ടിയുടെയും എല്ലാ തലങ്ങളിലുമുള്ള കമ്മിറ്റികൾ യോഗം ചേർന്ന് എന്താണ് തിരിച്ചടിക്ക് കാരണം, തോൽവിക്ക് കാരണം എന്താണ്? ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ തോൽക്കേണ്ടതല്ല, എന്നാൽ തോറ്റു. ആ ജനവിധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിക്കുന്നു. ജനവിധി അംഗീകരിച്ചുകൊണ്ട് എന്താണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് കാരണമായത്, ആ കാരണങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ പരിശോധന നടത്തുക എന്നത് തന്നെയാണ് കാണുന്നത്. ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് ഒരു ജൂൺ 15-ാം തീയതിക്കുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ കമ്മിറ്റികളിൽ മാത്രമല്ല, ജനങ്ങളുടെ പ്രതികരണം കേൾക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സജ്ജമാണ്. ജനങ്ങൾ, എല്ലാ വിഭാഗം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും
പാർട്ടികളും ഈ മുന്നണിയിലെ പാർട്ടികളും എന്താണോ തിരുത്തേണ്ടത്, ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച്, ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് തിരുത്തൽ നടപടികളിലേക്ക് പോവുക എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത്. ജനങ്ങളാണ് പ്രധാനം. ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും. ഈ പരിശോധനകൾക്ക് ശേഷം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള ഈ പരിശോധനയ്ക്ക് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്ന് സംസ്ഥാനത്തെ പൊതു അന്തരീക്ഷം വിശകലനം ചെയ്ത് ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. വളരെ സൂക്ഷ്മമായ ഒരു വിശകലനമാണ് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികൾ ഈ സൂക്ഷ്മതലത്തിലുള്ള പരിശോധന ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ട് പ്രവർത്തന രീതിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് പോകാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം കേരളത്തിന്റെ നാനാ പ്രദേശങ്ങളിൽ BJPയുടെയും UDFന്റെയും അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് CPIMന്റെ ജില്ലാ കമ്മിറ്റി ആഫീസിൽ ഈ UDF പ്രവർത്തകരോടൊപ്പം പോലീസും കയറി ആക്രമിക്കുന്ന നില ഉണ്ടായി. പോലീസിന്റെ അക്രമത്തെയും UDFന്റെ അക്രമ നടപടികളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായി അപലപിക്കുന്നു. ഒരു കാരണവശാലും ഇത്തരം അക്രമ സംഭവങ്ങൾക്ക് കീഴ്പ്പെട്ടു കൊടുക്കാൻ കഴിയുന്നതല്ല. അക്രമങ്ങൾ അവസാനിപ്പിക്കണം. അക്രമികൾക്കെതിരെ പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ഇത്തരമൊരു സമീപനമാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേക സാഹചര്യം കേരളത്തിൽ രൂപപ്പെടുകയാണ്. BJP കേരളത്തിൽ ആദ്യമായി 3 സീറ്റിൽ വിജയം കൈവരിച്ചു. നേരത്തെ ഒരു മണ്ഡലമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 3 മണ്ഡലത്തിൽ അവർ ജയിച്ചു. ഈ ജയത്തിന്റെ അടിസ്ഥാനം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ജയത്തിന് സഹായകരമായ നിലപാടാണ് പൊതുവെ കോൺഗ്രസും UDFും സ്വീകരിച്ചത്. അതിന്റെ സാഹചര്യങ്ങളെ കുറിച്ചും വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. കേരളത്തെ വർഗീയമായി ചേരിതിരിക്കാനുള്ള ശ്രമം നടന്നാൽ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായ ശ്രമം നടന്നിട്ടുണ്ട്, ഒരു കാരണവശാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. നമ്മുടെ സംസ്ഥാനത്തിന്റെ മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഒരു കാരണവശാലും വർഗീയമായി ജനങ്ങൾ ചേരിതിരിയാൻ പാടില്ല. ജനങ്ങൾ നല്ല ഐക്യത്തോടുകൂടി ഒറ്റക്കെട്ടായി നമ്മുടെ നാട്ടിൽ ജീവിക്കണം. അതിന് സഹായകരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും. എന്നാൽ കേരളം വർഗീയമായ നിലപാടുകളിലേക്ക് കേരളത്തെ തിരിച്ചു കൊണ്ടുപോകാൻ അതിനിഗൂഢമായ നീക്കങ്ങൾ നടക്കുന്നു. ആ നീക്കങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭ്യർത്ഥിക്കുന്നു. ജനങ്ങളുടെ സാഹോദര്യവും സൗഹാർദ്ദവും പരസ്പര സ്നേഹവും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുന്നതിന് സഹായകരമായ നിലപാടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബഹുജന പ്രസ്ഥാനങ്ങളും സ്വീകരിക്കേണ്ടത് എന്നുള്ള അഭിപ്രായം കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നു. ഇതാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്നുള്ള നിലയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. ഇല്ല, അതായിട്ടില്ല. അല്ല, അവിടെ കമ്മിറ്റിക്കകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. ഒരു ഫൈനൽ നിഗമനത്തിൽ എത്തിയെങ്കിലേ പറയാൻ കഴിയുള്ളൂ. ഇത് ഞാൻ പറഞ്ഞോട്ടെ, എന്നിട്ട് പറയാം. അപ്പോൾ ഇപ്പോൾ നടന്നിട്ടുള്ള ചർച്ച സമഗ്രമായ പരിശോധനയ്ക്ക് സഹായകരമാണ്. ഒരു പ്രശ്നത്തിലും ഒരു പ്രത്യേക നിഗമനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്തിയിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്തിച്ചേർന്ന കാര്യങ്ങളാണ് ഞാൻ നേരത്തെ സംസാരിച്ചത്. അപ്പൊ അത് നമുക്ക് ജൂൺ അവസാനമാകുമ്പോൾ ഇതിന്റെ സമ്പൂർണ്ണ റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ല, ന്യൂനപക്ഷ ഏകീകരണം എന്ന നിലപാടിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ എത്തിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഫലങ്ങളും ഓരോ പ്രദേശത്തുമുള്ള അനുഭവങ്ങളും ഞങ്ങൾ പരിശോധിച്ച് എന്നാൽ വർഗീയമായ നിലപാട് ഉയർത്താൻ ശ്രമം നടന്നിട്ടുണ്ട് കേരളത്തിൽ. അത് ജനങ്ങളിൽ ചിലപ്പോൾ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാവാം. ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെല്ലാം സംസ്ഥാനത്ത് ഏകീകരിക്കപ്പെട്ടു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായി ഏകീകരിക്കപ്പെട്ടു എന്നുള്ള നിലപാടിൽ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്തുന്നില്ല. ഞാൻ നേരത്തെ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിന്റെ മറ്റ് വശങ്ങളെല്ലാം, തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുന്നുണ്ട്. അതിൽ ഈ പ്രശ്നങ്ങളും ഉയർന്നു വന്ന വിഷയങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങള് പരിശോധനയ്ക്ക് വിധേയമാക്കും. വർഗീയ ഏകീകരണത്തിനുള്ള ശ്രമം നടന്നത് UDF-ന്റെ ഭാഗത്തുനിന്നാണ്, BJP-യുടെ ഭാഗത്തുനിന്നാണ്. അതിനനുസൃതമായ അത് ചില തെരഞ്ഞെടുപ്പിലുള്ള രംഗത്ത് അവർ നടത്തിയിട്ടുള്ള ചില സോഷ്യൽ മീഡിയ വഴി നടത്തിയിട്ടുള്ള പ്രചരണങ്ങൾ, ഓരോ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള പ്രചരണങ്ങൾ, ഞാൻ അത്തരമൊരു പ്രചരണത്തെ നേരിടേണ്ടി വന്ന ഒരാളാണ് പേരാമ്പ്ര മണ്ഡലത്തിൽ. അപ്പൊ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെയെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് നേരിട്ടിട്ടുണ്ട്. ആ ഒരു നിലപാടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അല്ല, അതൊന്നും അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയാൻ കഴിയില്ല. ഞങ്ങൾ എത്തിച്ചേരുന്ന നിഗമനങ്ങൾ പിന്നീട് നിങ്ങളോട് സംസാരിക്കും. പല അഭിപ്രായങ്ങളുമുണ്ട്, അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ആ അഭിപ്രായങ്ങൾ ഉയർന്നു വരട്ടെ. എന്നിട്ട് അവസാനം രാഷ്ട്രീയ പാർട്ടികളിലുള്ള പരിശോധന നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും വിഷയങ്ങൾ ആലോചിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ജൂൺ അവസാനം വരെ നിങ്ങൾ കാത്തിരിക്കുക. എന്താണ് ഞങ്ങളുടെ നിലപാട് എന്നുള്ളത് അവസാനമായി പറയാൻ ആ സന്ദർഭം നമുക്ക് ഉപയോഗിക്കാം. അതെല്ലാം അത്തരം പ്രശ്നങ്ങളെല്ലാം നമ്മളെ പരിശോധനയിലുണ്ട്. അത് പരിശോധിച്ച് 4-ാം തീയതിയാണല്ലോ ഫലം വന്നത്. ഇന്ന് 8 തീയതി, 7 7 ഇന്ന് 7-ാണ് തീയതി, 3 ദിവസമായിട്ടുള്ളൂ. ഇവിടെ ഒരു കമ്മിറ്റിയൊക്കെ ചേർന്ന ഒരു പരിശോധന ഒക്കെ നടത്തണ്ടേ താഴെ വരെ. ഞങ്ങൾ ഇത്തവണ പരിശോധനയ്ക്ക് വേണ്ടി ഇവിടുന്ന് ഞങ്ങൾ മേലെ എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുത്ത് അതിനനുസരിച്ചുള്ള അഭിപ്രായമല്ല. മേലെ നല്ല അഭിപ്രായങ്ങൾ പറയും, കമ്മിറ്റികളിൽ പറയും. എല്ലാ അഭിപ്രായങ്ങളും തുറന്നു പറയുക, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ തുറന്നു പറയുക. അങ്ങനെ തുറന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞ് വിമർശന വിധേയമാക്കി അങ്ങനെ വന്നെങ്കിലേ തിരുത്തൽ നടപടികളിലേക്ക് പോകാൻ സാധിക്കും. അത്തരം ഒരു ചർച്ച ഗ്രാസ് റൂട്ട് ലെവലിൽ നടക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അഭിപ്രായ രൂപീകരണത്തിന് എല്ലാവരെയും പങ്കാളികളാക്കാൻ കഴിയും. ഇത് മാത്രമല്ലല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അകത്തുള്ളവർ മാത്രമല്ലല്ലോ ജനങ്ങൾ ഇതിന്റെ പുറത്തുണ്ടല്ലോ. അത്തരം ആളുകളുടെ പ്രതികരണം എന്താണെന്നുള്ളതും ഞങ്ങൾ ശ്രദ്ധിക്കും. എന്നിട്ട് ഒരവസാന നിഗമനത്തിലെത്തി ഞങ്ങൾ നിലപാടെടുത്ത് മുമ്പോട്ട് പോകും. തീരുമാനിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ തീരുമാനം വന്നിട്ടില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ തീരുമാനം വന്നു കഴിഞ്ഞാൽ ഉടനെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ അത് വലിയ പ്രയാസമൊന്നുമില്ല. ഒരു തർക്കമില്ല. അല്ല, അതെന്തോ അതാ അവരുടെ ഇടയിലുള്ള പ്രശ്നം, അത് അവര് പറയട്ടെ. ഇവിടെ തർക്കത്തിന്റെ വിഷയമൊന്നുമില്ല. അല്ല, ഇപ്പൊ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അത് ഇത്രയും മുൻകൂട്ടി തീരുമാനിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. അവര് മുഖ്യമന്ത്രിയെ തീരുമാനിക്കട്ടെ, അതിനുശേഷം മന്ത്രിമാരൊക്കെ അവര് അനൗൺസ് ചെയ്യട്ടെ. അക്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ളത് തീരുമാനിക്കാൻ അത് CPM ആണ് തീരുമാനിക്കണം. തീരുമാനിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് പറയേണ്ട കാര്യം. അങ്ങനെ ഒരു നിലപാട് അവര് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ മുമ്പിലോ CPM-ന്റെ മുമ്പിലോ പറഞ്ഞിട്ടില്ല. ഇന്നും ബിനോയ് വിശ്വം, അദ്ദേഹമാണല്ലോ ഇപ്പോഴത്തെ സെക്രട്ടറി, ബിനോയ് വിശ്വം CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹവുമായിട്ട് ഞാൻ ഇന്നും സംസാരിച്ചു. അദ്ദേഹം ഒരു ആവശ്യവും മുന്നോട്ട് വെച്ചില്ല. ചില പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കേണ്ടത് CPIM ആണ്. അത് പൂർണ്ണമായും CPM-ന്റെ നിലപാടിനനുസരിച്ചിട്ടാണ് തീരുമാനിക്കുക. അത് അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അതിൽ അക്കാര്യത്തിലുള്ള ഒരു ആശങ്കയും വേണ്ടതില്ല. അവസാനം പ്രതിപക്ഷ അങ്ങനത്തെ പ്രശ്നം വന്നിട്ടില്ല ഞങ്ങളുടെ മുമ്പിൽ. അല്ല, എങ്ങനെയാണോ കഴിഞ്ഞ കാലത്ത് തുടർന്നത് അതിനനുസരിച്ചുള്ള നിലപാടെടുക്കാനാണ് സാധ്യത. അല്ല, അത് അങ്ങനെ ഒരു ആവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഇത് ചർച്ച നടത്തിയിട്ടില്ല. ചർച്ചന്റെ ആവശ്യവുമില്ല. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉയർന്നു വന്നാൽ അപ്പോൾ അതിന്റെ നിലപാട് സ്വീകരിക്കുന്ന. ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉയർന്നു വന്നിട്ടില്ല. എങ്ങനെ ഒരു നിഗമനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്തിയിട്ടില്ല. അതുൾപ്പെടെ നമ്മൾ പരിശോധിക്കും. വികാരം ഉണ്ടായി എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല.
അല്ല ഇന്നത്തെ ചർച്ചയിൽ ഇല്ല 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 ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ ഭരണ നടപടികളോടുള്ള എതിർപ്പല്ലേ? ആ എതിർപ്പ് എവിടെയുള്ളത്? ഇവിടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി. പിന്നെ അല്ല ആ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കണം. എങ്ങനെ വന്നു എന്നുള്ളത് ഇനി നമുക്ക് പരിശോധിക്കണം, പരിശോധിച്ച് കണ്ടെത്തണം. ഇപ്പൊ അങ്ങനെ ഒരു നിഗമനത്തിൽ ഞങ്ങൾ എത്തിയിട്ടില്ല. നാളെ എത്തുമല്ലോ എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴൊരു നിഗമനത്തിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് അത് വരട്ടെ. അത് പരിശോധിച്ചിട്ട് എന്താണ് കാരണം എന്നുള്ളത് 2-3 ദിവസം കൊണ്ട് തീരുമാനിക്കാൻ കഴിയുന്നതല്ല. കാരണം ഇത് രഹസ്യ വോട്ടാണല്ലോ. ആളുകൾ എങ്ങനെ വോട്ട് ചെയ്തു? ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുകയാണ്. അതെല്ലാം സൂക്ഷ്മതലത്തിൽ പരിശോധിച്ച് കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ഇത് തന്നെ ഇന്നത്തെ ഈ വോട്ടിംഗ് സമ്പ്രദായം തന്നെ അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഈ വോട്ടിംഗ് സമ്പ്രദായത്തിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് അത്തരം വിഷയങ്ങളെല്ലാം ഞങ്ങളും ഞങ്ങളുടെ പരിശോധനയ്ക്കും വിധേയമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ശരി, ആ പോസ്റ്ററിനൊന്നും CPM-ന് പങ്കില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും പങ്കില്ല. അത് എവിടുന്നാ വരുന്നതെന്നുള്ളത് ആ പ്രദേശത്തുള്ള ആളുകൾ പരിശോധിക്കട്ടെ. പരിശോധിച്ചിട്ട് എന്താണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. പാർട്ടിയിൽ അങ്ങനെ ഒരു ആലോചന ഇല്ല. ഒരു സെക്രട്ടറിയുടെ മാറ്റം വരുത്തലോ നേതൃത്വത്തിൽ മാറ്റം വരുത്തലോ അങ്ങനെ എന്തെങ്കിലും അഴിച്ചുപണിയുടെ പ്രശ്നം ഇപ്പൊ പാർട്ടിയുടെ മുമ്പിൽ അങ്ങനെ ഒരു ആലോചന ഇല്ല. അതില്ലാത്ത കാര്യം, ആലോചിക്കാത്ത കാര്യം, ആലോചന ഇല്ലാത്ത കാര്യം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ലല്ലോ. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാ. എന്താ തിരിച്ചടി? ആ അല്ല, എന്താണ് കാരണം എന്നുള്ളത് കണ്ടെത്തണ്ടേ? ഇപ്പം ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറാണ്, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. എന്റെ നിലപാട് എന്തെങ്കിലും പ്രതികൂലമായി വന്നിട്ടുണ്ടോ? ഉദാഹരണത്തിന് പറയാ, ഞാൻ അങ്ങനെയാണല്ലേ പരിശോധന നടക്കുക. അങ്ങനെ എല്ലാ തലത്തിലും ഞങ്ങൾ നല്ല ഉള്ളു തുറന്ന ചർച്ചയാണ് പാർട്ടിക്കകത്ത് നടത്താൻ പോകുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് നടത്താൻ പോകുന്നത്. ആ ചർച്ചയിലൂടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടെത്തും. ഞങ്ങൾ തിരുത്തേണ്ടുന്ന പ്രശ്നമാണെങ്കിൽ തിരുത്തുകയും ചെയ്യും. അങ്ങനെ ഒരു നിലപാടെടുത്ത് മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഏത് നിങ്ങള് നമ്മളെ പോലത്തെ നിങ്ങക്ക് മനസ്സിലായിനോ? ഞാൻ കാര്യമായിട്ട് ചോദിക്കാം. എന്താ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകും, ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുമെന്ന് CPM-ഓ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ പ്രതീക്ഷിച്ചിട്ടില്ല. പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് വന്നത്. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് ഞങ്ങൾ താഴെ ഇപ്പം ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ സർക്കാരിന്റെ ഇന്ന നടപടികൾ തെറ്റാണെന്ന് പറയണ്ടേ? ആരെങ്കിലും പറയണ്ടേ? അതാരും പറയുന്നില്ലല്ലോ. ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയുന്നവർ പോലും ഇപ്പം ഗവൺമെന്റ് പെൻഷൻ കൊടുത്ത നടപടിയാണോ തെറ്റ്? സ്ത്രീകൾക്ക് ആശ്വാസ നടപടികൾ സ്വീകരിച്ചു, അതാണോ തെറ്റ്? ചെറുപ്പക്കാർക്ക് തൊഴിൽ വേണ്ടി പരിശ്രമിക്കുന്ന ചെറുപ്പക്കാർക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ തീരുമാനിച്ചു. വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നൽകി. വൈദ്യുതി കണക്ഷൻ എല്ലാ വീടുകളിലും നൽകുന്ന നിലപാട് സ്വീകരിച്ചു. എല്ലാ വീടുകളിലും വാട്ടർ കണക്ഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള സമീപനം സ്വീകരിക്കുന്നു. ചെറുകിട സംരംഭങ്ങൾ ധാരാളം വരുന്നു നമ്മുടെ നാട്ടിൽ. അതുവഴി ഒരു പുതിയ ജനവിഭാഗം തൊഴിലിൽ പ്രവേശിക്കുകയാണ്. ഇങ്ങനെയുള്ള ഓരോ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത നിലപാടുകൾ ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെയൊന്നും ഒരു തെറ്റ് കണ്ടെത്താൻ പറ്റുന്നില്ലല്ലോ. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പാകെയും ഇങ്ങനെ ഗവൺമെന്റിന്റെ ഭരണ നടപടിയെ കുറിച്ച് വ്യത്യസ്തമായ ഒരു നിലപാട് വന്നിട്ടില്ല. ഇനി ഇതെല്ലാം ഈ സർവേ റിപ്പോർട്ടുകളെല്ലാം വന്ന സമയത്തും മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അഭിപ്രായപ്പെട്ടപ്പോൾ ആദ്യ സ്ഥാനത്താര പിണറായി വിജയനല്ലേ? ഇതല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി? എങ്ങനെ അദ്ദേഹത്തിന് അംഗീകാരം കിട്ടുക? അപ്പോ ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ കേരളത്തിലുണ്ട്. അതെല്ലാം വെച്ച് പരിശോധിക്കാം. ആ പരിശോധനയിൽ നിങ്ങളുടെ സഹായവും നൽകുക. നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. അതുൾപ്പെടെ സൂക്ഷ്മമായി വിശകലനം നടത്തി ശരിയായ സമീപനത്തിലേക്ക് എത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾ എന്നെ ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാ ശരിയാവുക? ബാക്കിയുള്ളവർ കൂടി പറഞ്ഞോട്ടെ. അല്ല, അത് എന്തായിരുന്നാലും അത് പരിശോധനയിലൂടെ വരട്ടെ.
എന്നിട്ട് നമുക്ക് എന്നിട്ട് തീരുമാനിക്കാം. പറഞ്ഞത് ലാസ്റ്റ് ഭരണവിരുദ്ധ വികാരം ലാസ്റ്റ് ആണ്. അതെ, ന്യൂനപക്ഷ ഏകീകരണമില്ല, ജൂണിൽ പരിശോധിക്കും, ജൂൺ ആകുമ്പോഴേ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നിങ്ങൾ ഇതാ ഞാൻ പറയുന്നത്, നിങ്ങൾ ജൂണിൽ അല്ല നിങ്ങൾക്ക് പറയാം നിങ്ങള് 100 സീറ്റിലധികം UDF നേടും, അധികാരത്തിൽ വരും എന്ന് ഒരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. അപ്പൊ പുള്ളിക്ക് വ്യക്തമായ അസസ്മെന്റ് പുള്ളിക്കുണ്ടായിട്ടില്ല. അപ്പൊ ഈ സഭ പറഞ്ഞതെല്ലാം വിപരീതമായിട്ടല്ലേ പുള്ളി അസസ് ചെയ്തത്? ആയിക്കോട്ടെ, അപ്പൊ ആ നിലപാട് അംഗീകരിക്കേണ്ടേ? എന്താ സംശയം? ഈ നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തോന്ന് പറഞ്ഞപ്പോ എന്നോട് മറന്നുപോയി. ജൂൺ മാസം ഇടയ്ക്കട്ടെ ഞാൻ പറയാം. നിങ്ങളിപ്പോ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പറയാണ് ജൂൺ മാസമേ പറയാൻ കഴിയുള്ളൂ. ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സഹായിക്കാം. ഞാൻ പറഞ്ഞത് ജൂൺ മാസം അവസാനമാകുമ്പോഴേക്ക് ഈ പരിശോധന പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ്. പാർട്ടികളിൽ നടത്തുന്ന പരിശോധന. അങ്ങനെ പരിശോധന താഴെ എത്ര ഘടകങ്ങളുണ്ട്, എത്ര കമ്മിറ്റികളുണ്ട്. ഓരോ പാർട്ടിക്കും അങ്ങനെയുള്ള കമ്മിറ്റികൾ. ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ അടിസ്ഥാന ഘടകം പാർട്ടി ബ്രാഞ്ചാണ്. ബ്രാഞ്ചിന് മുകളിൽ ലോക്കൽ കമ്മിറ്റി ഉണ്ട്, അതിനു മുമ്പിൽ ഏരിയ കമ്മിറ്റി ഉണ്ട്, ജില്ലാ കമ്മിറ്റികളുണ്ട്. ഈ കമ്മിറ്റികളൊക്കെ ഒന്ന് ചേർന്ന് അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേൾക്കണ്ടേ? ലക്ഷക്കണക്കിന് പാർട്ടി അംഗങ്ങളുണ്ട്, അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങളെല്ലാം കേൾക്കണ്ടേ? അവർക്ക് എത്ര സമയമെടുത്ത് ഇന്നലെ പാർട്ടി സെക്രട്ടേറിയറ്റ് ഇവിടെ ചേർന്നത് രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെയാണ്. ഇടതുപക്ഷ ഈ പാർട്ടി സെക്രട്ടേറിയറ്റിലുള്ള മുഴുവൻ ആളുകൾക്കും പറയാനുള്ള അഭിപ്രായങ്ങൾ പറയണ്ടേ? അങ്ങനെ ചർച്ച നടത്തിയെങ്കിലല്ലേ ഇത് ഒരു ശരിയായ നിലപാടിലേക്ക് എത്താൻ കഴിയുള്ളൂ. ആ ചർച്ച തുറന്നു നടക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതല്ലാതെ ഒരു ജൂൺ മാസം എന്നുള്ളത് ഒരു പ്രത്യേകമായി അങ്ങനെ തിരിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. VD സതീശൻ അസസ്മെന്റ് നടത്തി അത് അദ്ദേഹം പറഞ്ഞെന്നുള്ളത് ശരിയാണ്. അദ്ദേഹം 100-ലധികം സീറ്റ് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് കിട്ടില്ല എന്നാണ് ധരിച്ചത്. അയാൾ കിട്ടുമെന്ന് പറഞ്ഞ നിലപാട് ഇപ്പൊ 102 സീറ്റ് ഉണ്ട്. അതാണ് ശരിയായത്. അതാണ് അങ്ങനെയുണ്ട്. അത് ഒരു വാക്കിലോ ഒരു അസസ്മെന്റിനെ മാത്രം ആശ്രയിച്ചല്ല നിൽക്കുന്നത്. അവര് PR ഏജൻസികളെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുപയോഗിച്ചു കഴിഞ്ഞാലും ഇത് പറഞ്ഞതെന്നുള്ളത് ശരിയാണ്. അത് സംഭവിക്കുകയും ചെയ്തു കേരളത്തിൽ. അത് വെച്ച് പരിശോധിക്കാം. ഞങ്ങളുടെ നിലപാടിൽ എന്താ മാറ്റം വരുത്തണ്ടോ എന്നുള്ളത്. ഞങ്ങൾ എന്തായാലും PR ഏജൻസിയിലേക്ക് പോകുന്നില്ല. ഞങ്ങൾ ജനങ്ങളിലേക്കാണ് പോകുന്നത്. എന്നിട്ട് ജനങ്ങൾ തിരുത്തട്ടെ. ജനങ്ങളല്ലേ ഇപ്പൊ വോട്ട് ചെയ്തത്, അവരുടെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. അവരുടെ അടുത്തേക്ക് പോയി അവര് പറയട്ടെ, ഞങ്ങൾക്ക് ഇന്ന ദോഷം നിങ്ങൾക്കുണ്ട്. അത് ധൈര്യമായി പറയിപ്പിക്കുന്നതിന് സഹായകരമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതിന് അവരെ പ്രോത്സാഹിപ്പിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എന്താണ് നിലപാട് എന്നുള്ളത് ഞങ്ങൾ വ്യക്തത വരുത്തി പറയും. ഇനി നമുക്ക് അവസാനിപ്പിക്കാം. പാർട്ടി കോട്ടയിലോ? അല്ലല്ല, അതെങ്ങനെയാ പാർട്ടി കോട്ടയിൽ TK ഗോവിന്ദൻ വരിക? TK ഗോവിന്ദൻ പാർട്ടിക്ക് ഇന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പാർട്ടി കോട്ടയിൽ എങ്ങനെയാ ഗോവിന്ദൻ വരിക? പാർട്ടി കോട്ടയും നേരെയല്ല. ഇന്നലെ അതിന് പരവതാനി നാടില്ല, പച്ചപ്പരവതാനിയും പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം ചെന്ന് കണ്ട് മടങ്ങി, അത്രയേ ഉള്ളൂ. അതിങ്ങനെ വ്യാഖ്യാനിക്കുന്നതിലാ പ്രശ്നം. ഇതിനെങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന ഒരു നിലപാടാണോ അത്? വിട്ട് പോകാൻ സമയം കിട്ടിയിട്ടുണ്ടാകില്ല. അത് കോടിയേരി ബാലകൃഷ്ണനുള്ള ആദരവ് കുറവല്ല. കോടിയേരി ബാലകൃഷ്ണനുള്ള എല്ലാ മഹത്വവും ആദരവും CPI നിലനിർത്തുന്നുണ്ട് എല്ലാ സന്ദർഭങ്ങളിലും. അതവിടെ വീട് സന്ദർശനമായിട്ട് ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്ന ഒരു വിഷയമല്ല. അപ്പൊ അതിനനുസരിച്ചുള്ള നിലപാടാണ്. കോടിയേരി CPIM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് പാർട്ടി രോഗം കലശലായി പാർട്ടി സെക്രട്ടറിക്ക് മാറ്റം വരുത്തി. പിന്നീട് അദ്ദേഹം ചികിത്സക്ക് പോയി. അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കിട്ടിയില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം സെക്രട്ടറിഷിപ്പ് നിന്ന് ഒഴിഞ്ഞത്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യത്തിൽ പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട്. പലരും പറഞ്ഞ ഒരു കാര്യം പാർട്ടിയുടെ ഏറ്റവും
ഏറ്റവും അടിസ്ഥാനപരമായി ജനങ്ങളുമായിട്ടുള്ള ബന്ധം വന്ന ബ്രാഞ്ച് കമ്മിറ്റികൾ. ഇപ്പൊ പല സ്ഥലങ്ങളിലും ബ്രാഞ്ചുകൾ ഒട്ടും ആക്റ്റീവ് അല്ല, അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലാന്ന് മാത്രമല്ല ഏരിയ കമ്മിറ്റിയോ ലോക്കൽ കമ്മിറ്റിയോ പറയുന്ന സമരങ്ങൾക്ക് ആളെത്തിച്ച് കൊടുക്കുന്ന ഒരു യൂണിറ്റ് മാത്രമായിട്ട് ബ്രാഞ്ച് കമ്മിറ്റികൾ മാറിപ്പോയി. ജനങ്ങളുമായിട്ടുള്ള ബന്ധം പണ്ടുണ്ടായിരുന്ന പോലെ കല്യാണം നടത്താനും മരണം വിട്ടു പോകാനും ഒന്നും പ്രാർത്ഥന കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള കുറെ അനാലിസിസുകൾ വരുന്നു. ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് ഞങ്ങൾ തീർച്ചയായും പാർട്ടിക്കകത്ത് പരിശോധിക്കും. പരിശോധിച്ചിട്ട് ഇത്തരം ന്യൂനതകൾ ഏതെങ്കിലും പാർട്ടി ഘടകങ്ങൾക്കുണ്ടെങ്കിൽ അത് ഞങ്ങൾ തിരുത്തിക്കും. തിരുത്താൻ തയ്യാറാകാത്ത ആളുകൾക്ക് ഈ പാർട്ടിയിൽ തുടരാൻ കഴിയില്ല. അതാണ് പാർട്ടി നിലപാട്. ഇനി പോരെ ഇന്നലെ പറഞ്ഞത് ഒരു പാർട്ടി കമ്മിറ്റികൾ ഭയമില്ലാതെ ചർച്ച നടത്താൻ ചീഫ് സെക്രട്ടറിയുടെ ഒരു ഭയം ഇതുവരെ ഉണ്ടായിരുന്നതുകൊണ്ടാണോ? അതല്ല, ഭയമുണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കരുത്. അങ്ങനെ എന്റെ സംസാരത്തിന് ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ സ്ലിപ്പ് വരിക. അല്ല, ഞാൻ അതേന്ന് എനിക്കറിയാം. ഗോവിന്ദ മാഷ് പറഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ സൂചിപ്പിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. ഗോവിന്ദ മാഷ് ഇന്നലെ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് അദ്ദേഹം നിങ്ങളെ കാണാൻ വേണ്ടി വന്നത്. 4 മണിക്ക് പത്രസമ്മേളനം വെച്ചു. ആ പത്രസമ്മേളനം മാറ്റിവെക്കണം എന്ന് ഞങ്ങൾ പരസ്പരം ആലോചിച്ചതിന്റെ അടിസ്ഥാനം തീരുമാനിച്ചതാണ്. അങ്ങനെയാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം വന്ന് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് നിങ്ങളെടുത്ത് ചെലവാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പം അതാണ് ആ ഘട്ടം എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. എന്തെങ്കിലും ഒരു വാക്കിന്റെ ഒരു നിലപാടെടുത്തിട്ട് നമ്മൾ അതിനെ കുറിച്ച് ഇങ്ങനെ അതിന്റെ മേലെ വേറെ വ്യാഖ്യാനം നടത്തുന്നത് ശരിയാണോ? നിങ്ങൾ പറയുന്നത് അതിന്റെ ഇത്രേ പ്രശ്നമുള്ളൂ. നിങ്ങൾ എന്നെ ആരോപിക്കുന്നില്ലേ? ആരും ഏകാധിപത്യമാണ് CPM-നകത്ത് നിന്നൊക്കെ നിങ്ങൾ എന്നെ പ്രചരിപ്പിക്കുന്നില്ലേ? അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിർഭയമായി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞു പോയാൽ എന്താ തെറ്റ്? അതിന്റെ അർത്ഥം ഇതുവരെ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം ഭയത്തോടു കൂടിയാണെന്നാണോ? അങ്ങനെയല്ല, അങ്ങനെ വ്യാഖ്യാനിക്കരുത്. ഞാൻ പറയുന്നത് അങ്ങനെ ദേവീത് അങ്ങനെ വ്യാഖ്യാനിക്കരുത്. ഇതുവരെ അഭിപ്രായങ്ങൾ പറയേണ്ടവരെല്ലാം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രശ്നത്തിലും നിർഭയമായ അഭിപ്രായം ഒരു പ്രയോഗമാണത്. അങ്ങനെ നിങ്ങൾ എന്താ എടുക്കാത്തത്? അപ്പൊ അത് CPM-നെ ഒന്ന് അടിക്കാൻ ഈ വാക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? അതല്ലേ അങ്ങനെയല്ലേ അത് ആലോചിക്കുന്നത്? എന്തിനങ്ങനെ ആലോചിക്കുന്നത്? ഞാൻ പറയുന്നത് തുറന്നു പറയാന്നുള്ളത് തന്നെയാണ്. തുറന്നു പറയാന്നുള്ളതാണ്. ചിലർ നിങ്ങൾ തന്നെ വിശദീകരിക്കുന്നില്ലേ? ഭയപ്പെടുത്തിയിട്ട് ആളുകൾ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല. അങ്ങനെയൊക്കെ ഒരു കാലമുണ്ട്. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ. അത്തരമൊരു സാഹചര്യത്തിലാണ് മാഷ് ആധികാരികമായി തന്നെയാണ് മാഷ് പറയുന്നത്. മാഷ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അല്ലേ? സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഈ പാർട്ടിയെ കറക്റ്റ് ചെയ്ത് നേർവഴിക്ക് കൊണ്ടുപോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. ബാക്കി അതിനുശേഷമാണ് ഞങ്ങളെല്ലാം പങ്കുവരുന്നത്. പാർട്ടി സെക്രട്ടറിക്ക് തന്നെയാണ് പ്രധാന ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ചർച്ച ഫലപ്രദമായി നടക്കണം, എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കണം, തുറന്ന അഭിപ്രായങ്ങൾ പറയണം എന്നൊരു നിലപാട് ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. ചിലപ്പം ഞങ്ങൾ നേരത്തെ സഖാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ പാർട്ടി കമ്മിറ്റിയിൽ പങ്കെടുക്കുന്ന സമയത്ത് ചിലർ അഭിപ്രായം പറയുന്നുണ്ടാകില്ല, വിമർശിക്കുന്നുണ്ടാവില്ല. വിമർശനമില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. വിമർശനവും സ്വയം വിമർശനവും പാർട്ടിക്കകത്ത് നടക്കണം. അതാണ് മാർക്സിസം. അത് വിമർശനത്തിന്റെയും സ്വയം വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രവർത്തന പരിപാടികളും പരിശോധിക്കണമെന്നുള്ളതാണ്. ആ കുറവ് പാർട്ടിക്കകത്ത് വന്നിട്ടുണ്ടോ അത് ഞങ്ങൾ പരിശോധിക്കുന്നല്ലേ പറയുന്നത്. ശരി, നമുക്ക് അവസാനിപ്പിക്കാം. മതി. നിങ്ങൾ എത്ര ചോദിക്കുന്നത്? എന്തെങ്കിലും കാര്യമുണ്ടോ ചോദിച്ചിട്ട്? ഞാനീ പറഞ്ഞതൊക്കെ എഴുതും, നിങ്ങൾ ചോദിച്ചോളി. ഈ നമ്മുടെ പയ്യന്നൂരിലെ കുഞ്ഞനന്ദനും തളിപ്പറമ്പിലെ തിരിഞ്ഞുപോയി പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ തളിപ്പറമ്പിൽ പോയി. അതിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല. വർഗവഞ്ചകർ എന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് പാർട്ടി തീരുമാനത്തെ ലംഘിച്ചുകൊണ്ട് തൊഴിലാളി വർഗ താല്പര്യത്തിന് എതിരായ നിലപാടെടുത്തു എന്നുള്ളത് കൊണ്ടാണ് വർഗവഞ്ചകർ എന്ന് പറയുന്നത്. അത് അവിടുത്തെ പാർട്ടി എടുത്തൊരു നിലപാടാണ്. അതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. നിങ്ങളെ ചോദ്യത്തിന്റെ ഉദ്ദേശം അവർ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പാടില്ല എന്നാണ്. ഞങ്ങളെ നിലപാട് അങ്ങനെ വിട്ടുപോകുന്ന ആളുകളെല്ലാം തിരിച്ചു വരണമെന്നാണ്. അത് ഇവർക്കെല്ലാം പെടും. അല്ല, തിരിച്ചു വരാൻ കഴിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ആ അയാൾ ചെയ്ത തെറ്റ് അംഗീകരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. തെറ്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവര് തിരുത്താൻ തയ്യാറാകും. തെറ്റ് അംഗീകരിച്ച് തിരുത്തിയ നിരവധി ആളുകൾ പാർട്ടിയിലുണ്ട്.
ഈ തെറ്റ് അങ്ങനത്തെ ഒരു തെറ്റാണെന്ന് ഇപ്പൊ പറയാൻ കഴിയില്ല. അത് അവിടെ പാർട്ടി കമ്മിറ്റിയിൽ ആലോചിച്ചതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ആലോചിക്കാം, നമുക്ക് സാവകാശം ആലോചിക്കാം അവരെ നിലപാടാണോ ശരി. അതല്ലാതെ അവരിപ്പോ പറയുന്നുണ്ടല്ലോ, ഗോവിന്ദ മാഷ പറയുന്നത് ഞാൻ കേട്ട് ഇതില്, ഞാളിപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. എല്ലാരും എങ്ങനെയാ പറയുന്നത്? കമ്മ്യൂണിസ്റ്റുകാർക്ക് എങ്ങനെയാണ് ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF-നകത്ത് പോകാൻ കഴിയുക? കമ്മ്യൂണിസ്റ്റായി നിന്നയാൾ എങ്ങനെ സാധിക്കുമോ? ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റായി നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് പോകാൻ കഴിയില്ല. അപ്പോ അത് അങ്ങനെയൊക്കെയാണ് നില. അപ്പൊ നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം. നമുക്ക് നാട്ടിലെ ജനങ്ങളെല്ലാരും ഇവിടെ ഉണ്ടല്ലേ, നമ്മളെല്ലാരും ഉണ്ടല്ലേ ഇവിടെ. നമ്മളിടത്തോളം കാലം നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കാം. ശരി, നിങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഇതൊക്കെ എല്ലാമാണെങ്കിലും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഞങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹായത്തിനെല്ലാം നന്ദി. ഓക്കെ. എങ്ങനെ ആരെ എന്ത് വാർത്ത? എന്നാ അത് പറയും, എനിക്കറിയില്ല. ആ ആരെ വാർത്തയെ കുറിച്ച് നിങ്ങൾ പറയുന്നത്? CM-ന്റെ ഏത്? പഴയ CM-ന്റെ? ആ ഇപ്പോൾ ഉള്ള CM കാവൽ CM-ന്റെ പത്രക്കുറിപ്പ് വന്നിട്ടുണ്ടോ? എന്താ പറയുന്നത്? മാധ്യമ പ്രവർത്തകർക്ക് പിന്നെ നന്ദി. ആ ഇതെന്താ? ചില മാധ്യമ സ്ഥാപനങ്ങൾ അത് പിന്നെ പിണറായി പറയുമ്പോ പിണറായിന്റെ മാത്രം ഒരു നിലപാടായിരിക്കില്ലല്ലോ. ഞാൻ പറഞ്ഞ നിലപാടും പിണറായി പറഞ്ഞ നിലപാടും ഒന്നാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയല്ലേ, ഒന്നാവണല്ലോ. അതൊന്നല്ല. ശരി, നമുക്ക് വീണ്ടും കാണാലോ. ഓക്കെ.